ഹായ് ഡിയേഴ്സ്, നമുക്കിന്നൊരു ചിക്കൻ കറി വെക്കാം. ചിക്കൻ കറി വെക്കുന്ന വീഡിയോ ഞാനിന്ന് എടുക്കുന്നത്. അപ്പം ജോർജിയ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും കോഴിക്കട കണ്ടപ്പം ഒരു ചിക്കൻ മേടിക്കാൻ ഒരാഗ്രഹം. ഭയങ്കര വിലയാണ് കോഴിക്കൊക്കെ, എന്നാലും ഒരു ചിക്കൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും എന്നോട് പറയും സാരി ഉടുത്ത് വീഡിയോ ചേച്ചി, സാരി ഉടുത്ത് വീഡിയോ ചെയ്യാൻ. നമ്മൾ സാധാ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പം സാരി ഉടുത്തിട്ടൊന്നും അല്ലല്ലോ കുക്ക് ചെയ്യുന്നത്. അത് വിചാരിച്ചിട്ട് ഞാൻ ഏതെങ്കിലും ഒരു നോർമൽ ഡ്രസ്സിലൊക്കെ വീഡിയോ ചെയ്യും. അപ്പം നല്ലൊരു ഡ്രസ്സ് നോക്കി എടുത്തിട്ടാണ് സാധാരണ വീഡിയോ ചെയ്യാറ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഇന്ന് ജോജിയെ കൊണ്ടുവിടാൻ പോയിട്ട് വന്നപ്പം വേറെ കുറേ ആവശ്യങ്ങളുണ്ടായിരുന്നു, അതിനും കൂടെ കൂട്ടിപ്പോയതായിരുന്നു. അപ്പോൾ പോയിട്ട് വന്നപ്പം ആ ഡ്രസ്സിൽ തന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കനുള്ള. അപ്പോൾ ചിക്കൻ കറി വെച്ചാലോ? ഇതിപ്പോൾ 2.5 കിലോ ഉള്ള ചിക്കനാണ്. 2.5 കിലോ എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞപ്പം 2.5 കിലോ ഉണ്ട്. കാലൊക്കെ വെട്ടാതെ മേടിച്ചിട്ടുണ്ട്. ഇവിടെ കാലിനടിയാണ്, ഒരാൾക്ക് മാത്രം പോരാ കാല്, കോഴിക്ക് 2 കാലല്ലേ ഉള്ളൂ. അപ്പോൾ അത് വെട്ടാതെ മേടിച്ചു. ബാക്കി പീസാക്കി ചെറിയ കറി കഷ്ണങ്ങളാക്കിയിട്ട് മേടിച്ചു. അപ്പോൾ ചിക്കൻ 2.5 കിലോ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഉപ്പും വിനാഗിരി ഒഴിച്ചിട്ട് തിരുമ്മി കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനാണ്. സവാള ഒരു 5 സവാള ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരുവിധം മുഴുത്ത സവാളയായിരുന്നു, കാരണം 2.5 കിലോ ചിക്കൻ ഉണ്ടല്ലോ. ഇനി വെളുത്തുള്ളി 2 ടേബിൾ സ്പൂണ്, ഇഞ്ചി 2 ടേബിൾ സ്പൂണ്, ഒരു 4-5 പച്ചമുളക്, വലിയ എരിവുള്ള പച്ചമുളകല്ല. പിന്നെ തക്കാളിക്ക ഒരെണ്ണം മുഴുത്ത തക്കാളിക്ക, ബാക്കി ചെറുതാണ്, അതുകൊണ്ട് 2-3 തക്കാളി എടുത്ത് വെച്ചു. അപ്പം തക്കാളി ഒക്കെ ഇടുന്നതനുസരിച്ചിട്ട് ടേസ്റ്റ് കൂടും. അത്രയും സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇതിനിടയ്ക്ക് ആഡ് ചെയ്ത് പോകാം. അപ്പം നമുക്ക് അടുപ്പ് കത്തിച്ച് തുടങ്ങാം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ളവർക്ക് ഇപ്പം റിഫൈൻഡ് ഓയിലൊക്കെ കുക്ക് ചെയ്യുന്നവരുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ്. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പം ഇഞ്ചിയും വെളുത്തുള്ളി ഇടും. ഇഞ്ചി ഇപ്പം അരിഞ്ഞ് വെച്ചതായതുകൊണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതായതുകൊണ്ട് നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ആദ്യം ഇടും. അതേസമയം പേസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ സവോള ഇട്ട് കഴിഞ്ഞിട്ടേ ഇടുകയുള്ളൂ, അല്ലെങ്കിൽ ചുവട് പിടിക്കുകയോ ഒക്കെ ചെയ്യും. അതുകൊണ്ട് ഈ വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി 2 ടേബിൾ സ്പൂൺ. ഇതൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം സവാള ഇടും. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. പൊറോട്ടയും മേടിച്ച് ചിക്കൻ കറിയും കൂട്ടി കഴിക്കും. കയ്യേലോട്ട് പൊട്ടിത്തെറിക്കാതെ നോക്കണം. ക്യാമറാമാൻ്റെ മുഖത്ത് പൊട്ടിത്തെറിക്കാതെ നോക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണമൊക്കെ മാറി ഒരു 2-3 മിനിറ്റ് വഴണ്ടിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് സവാള ഇടുക. 5 സവാള ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചത്. സവാള നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇളക്കി വഴറ്റി നല്ലൊരു ബ്രൗൺ കളർ വരണം സവാളയ്ക്ക്. ഇതിനകത്തോട്ട് നമുക്കിനി പച്ചമുളക് ചേർക്കാം. 5 പച്ചമുളക്, വലിയ എരിവില്ലാത്ത പച്ചമുളകായതുകൊണ്ടാണ് കേട്ടോ 5 എണ്ണം ഇട്ടത്. അല്ലെങ്കിൽ 2-3 എരിവൊക്കെ പിന്നെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വരണം. ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വരും സവോള. സവാള വഴണ്ട് വരാനായിട്ടേ ഒരു എളുപ്പപ്പണിയുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും സവാള പെട്ടെന്ന് വഴണ്ട് വരും. ഞാൻ ചിക്കനകത്ത് ഉപ്പും വിനാഗിരിയും ഇട്ട് തിരുമിയാണ് ചിക്കൻ കഴുകിയത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നോക്കിയിട്ടേ ഉപ്പിടാവുള്ളൂ. ചിക്കനിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഉപ്പിടാവുള്ളൂ. നന്നായിട്ട് ഇളക്കി സവാളയുടെ ക്വാണ്ടിറ്റിയൊക്കെ നന്നായിട്ട് കുറയണം. ഇത് വഴണ്ട് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും ഇത് ഒരു ശകലമാകും. ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് സാധനമേ കാണും. സവാള ഒരു പകുതി വേവായിട്ടുണ്ട്. പകുതി വേവായി കഴിയുമ്പോഴത്തേക്കും
ടൊമാറ്റോ ആഡ് ചെയ്യും. ടൊമാറ്റോ ആഡ് ചെയ്ത് എല്ലാവരും ഇത് നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞിട്ട് സവാളയുടെ വേവൊക്കെ കഴിഞ്ഞിട്ടാണ് ടൊമാറ്റോ ആഡ് ചെയ്യുന്നത്. അപ്പം മിക്കവരും ചിക്കൻ വെക്കുമ്പം സവാള നന്നായിട്ട് വഴണ്ട് കഴിയുമ്പം ടൊമാറ്റോ ചേർക്കും. അപ്പം ടൊമാറ്റോ ഇതിനകത്ത് അലിഞ്ഞ് പോവുകയില്ല. എനിക്ക് പക്ഷേ ടൊമാറ്റോ ഇങ്ങനെ കടിച്ച് കിടക്കുന്നതിലും ഇഷ്ടം ഇതിൻ്റെ കൂടെ മിക്സായിട്ട് ഒരു പേസ്റ്റായി കിട്ടുന്ന, അതിൻ്റെ കൂടെ മസാലപ്പൊടി ഇട്ട് മൂപ്പിച്ചിട്ട് ചിക്കൻ ഇടുമ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ് ചിക്കൻ കറിക്ക് തോന്നുന്നത്. അല്ലാതെയും വെക്കാം, അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിനകത്തോട്ട് നമുക്കിനി ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ അതിനൊരു നല്ല കളറ് വരും, നല്ല ഭംഗിയുള്ളൊരു കളർ വരും. കറിവേപ്പില ഇടാം. കറിവേപ്പില ഫ്രീസർ ചെയ്ത് വെച്ചേക്കുന്ന കറിവേപ്പിലയാണ്. ഇത് ഒരു കറിവേപ്പില തന്നെയല്ല, നമ്മളിത് മാറ്റി വെക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ തീർന്നു. ഇത് കഴിഞ്ഞ 2 ദിവസം മുന്നേ ഫ്രോസൺ ചെയ്ത് വെച്ചു. കറിവേപ്പിലയൊക്കെ എന്തേരം വെള്ളം ഇടാം. നമുക്ക് കറിവേപ്പില കഴിക്കുന്നത് ഭയങ്കര നല്ല സാധനമാണ്. മുടി വളരാനൊക്കെ കറിവേപ്പില ഭയങ്കര നല്ലതാണ്. അപ്പോൾ ആ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സവാളയുടെ കളറ് മാറിയതുണ്ടോ, നല്ലൊരു കളറായി. എല്ലാം കൂടി ഒരു കളർഫുൾ സാധനം വന്നു. നിന്നിളക്കി മടുത്തു, അപ്പം കയറി ഇരുന്നു. എനിക്ക് നിന്നുകൊണ്ട് തന്നെ കുക്ക് ചെയ്യണം എന്നൊന്നുമില്ല. എനിക്ക് ബോറടിക്കാത്ത രീതിയിൽ കയറിയിരുന്നുകൊണ്ട് കുക്ക് ചെയ്യും. ഇവിടെ ഇരുന്നുകൊണ്ട് കഴിക്കും. ഡൈനിങ് ടേബിളിൽ പോയിരുന്നാലേ കഴിക്കൂ, അങ്ങനെയൊന്നുമില്ല. സ്കൂളിലൊക്കെ പഠിക്കുമ്പം നമ്മൾ കോളേജിൻ്റെയൊക്കെ താഴെവശത്ത് ലൈബ്രറിയുടെയൊക്കെ സൈഡിൽ പോയി നിന്നിട്ട് നിന്നോണ്ടാണ് താലപ്പൊടി പിടിച്ചുകൊണ്ട് നിന്നാ ഫുഡ് കഴിക്കുന്നത്. ഡെസ്കും ഇതിലൊന്നും പോയി ഇരുന്നിട്ടല്ല കഴിക്കുന്നത്. അങ്ങനെ ഒരു കാര്യത്തിനും വലിയ നിർബന്ധമൊന്നുമില്ല എനിക്ക്. ഇത് നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. സബോള ഒരു പേസ്റ്റ് പോലായി. എടാ, നമ്മൾ ഇതിൻ്റെ കൂടെ എന്നാ കഴിക്കുമെടാ? ചോറേ ഇരിപ്പുള്ളൂ. പൊറോട്ട മേടിക്കാം. പൊറോട്ട മേടിച്ച് കഴിക്കാം. ഇടിയപ്പം വേണ്ട. ഇടിയപ്പം നമ്മളുണ്ടാക്കുന്ന ഇടിയപ്പം എനിക്കിഷ്ടം. എനിക്ക് കടയിലെ പൊറോട്ട ഇഷ്ടമാണ്. ഇപ്പോൾ ഈ തക്കാളിക്കെല്ലാം ഇതിനകത്ത് അലിഞ്ഞ് വരുന്നില്ലേ, അപ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് കറിക്ക് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കും, അലുത്തിറങ്ങാതെ. എനിക്ക് എന്നാ കറി വെച്ചാലും കഷ്ണമെല്ലാം നല്ല ഉടഞ്ഞ് അതിനകത്ത് ചേരുന്ന കഷ്ണമാണ് ഇഷ്ടം. സാമ്പാറാണേലും കഷ്ണമായിട്ട് കിടക്കുന്നത് എനിക്കിഷ്ടമല്ല, ഉടഞ്ഞിരിക്കണം. സവോളയും എല്ലാം ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇപ്പോൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. എനിക്ക് മല്ലിയില ചേർക്കുന്ന ചിക്കൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ മല്ലിയില ചേർത്തു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ മല്ലിയില കറിക്കകത്ത് മല്ലിയില ഇട്ടപ്പോഴാണ് ഓർത്തത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മല്ലിയിലയൊന്നും എല്ലാവരും കറിക്കകത്ത് അങ്ങനെ ഇടുവോ, മല്ലിയില അങ്ങനെ ഒരു പ്രചാരത്തിൽ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. എൻ്റെ ഇതാണ്. ഞാൻ അടുക്കളയിൽ അങ്ങനെ കയറാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. അച്ചാച്ചൻ ഈ ലോറിയെ തമിഴ്നാട്ടിന് പോയിട്ട് പച്ചക്കറി എടുത്തുകൊണ്ടിരാൻ പോകും. പച്ചക്കറി എടുക്കാൻ പോയിട്ട് വരുമ്പോഴത്തേക്കും അച്ചാച്ചൻ മല്ലിയില വാങ്ങിച്ചുകൊണ്ടുവന്നു ഒരു പ്രാവശ്യം. അപ്പോൾ അമ്മച്ചി മണത്ത് നോക്കിയിട്ട് ഈ ഇലയ്ക്കൊരു മണം. അമ്മച്ചി ആ ഇല എടുത്ത് കളഞ്ഞു. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു, യോ ഇത് നല്ല സാധനമായിരുന്നു, കളഞ്ഞു, അത് നല്ല വൈറ്റമിനൊക്കെ ഉള്ള സാധനമാണ്, ഏതാണ്ട് അമ്മച്ചിയോട് പറഞ്ഞു കൊടുത്തു. പിറ്റേ പ്രാവശ്യം അച്ചാച്ചൻ ഒരു കെട്ട് മല്ലിയില കൊണ്ടെന്ന് വെച്ചത് അമ്മച്ചി തോരൻ വെച്ചു. എൻ്റെ പൊന്നെ, അങ്ങനെ ഒരു കോമഡിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അമ്മച്ചി ഇത് കാണുമ്പോൾ എന്നെ ഓടിക്കും. മല്ലിയില തോരൻ വെച്ച കാര്യം ഓർക്കും. അങ്ങനെ അച്ചാച്ചൻ്റെ അമ്മച്ചിയുടെയൊക്കെ കാര്യം പറയുമ്പം കുറേ കാര്യങ്ങളുണ്ട് ഓർക്കാൻ. സവോള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മസാല കാണുമ്പം തന്നെ അറിയാം ഈ കറിക്ക് എന്താ ടേസ്റ്റ് കാണുമെന്ന്.
ഇപ്പം എല്ലാം കൂടെ നല്ല മിക്സായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അലുത്ത് വന്നിട്ടുണ്ട്, അലുത്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇത് വഴറ്റിയ സമയത്ത് കുറച്ച് ചേർത്തായിരുന്നു. മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ മതി. എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഞാനിതിനകത്ത് പച്ചമുളക് ചേർത്തിട്ടുണ്ട്, ഇനി കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് അത്രയും മതി. ഇതിനകത്ത് നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടിയാണ്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ ഇതൊന്നും കൂടാതെ ഞാൻ ഒരു നല്ല ബ്രാൻഡിൻ്റെ, ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ചിക്കൻ മസാല ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കും. ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഇളക്കി മൂപ്പിക്കണം. ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നോടം വരെ ഇളക്കണം. പച്ചമണം മാറി ഇതൊരു എണ്ണ തെളിഞ്ഞൊരു നല്ലൊരു മണം വരും. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ കുറച്ചിട്ടിട്ടേ മുളക് പൊടി ചേർക്കാൻ പാടുള്ളൂ. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിയും. പൊടിയെല്ലാം മൂത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി ചിക്കൻ ഇടാം. ചിക്കൻ കഴുകി വെച്ചേക്കുന്ന ചിക്കനാണ്. നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാതെ വെക്കാം. ഇത് ചിക്കനകത്തെ വെള്ളം ഇറങ്ങിയിട്ട് വേകും. നമ്മുടെ അരപ്പും ചിക്കനും നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് മൂടി വെക്കാം. അപ്പോൾ ഇതിനകത്തെ ചാറ് കണ്ടോണം. ചിക്കനകത്തെ വെള്ളം ഇറങ്ങിയിട്ട് ചാറ് വരും. വെള്ളം ചേർക്കാതെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വെള്ളം ചേർത്താൽ കുറച്ച് ടേസ്റ്റ് കുറയും, അത്രയേ ഉള്ളൂ. ഞാനിതൊന്ന് മിക്സ് ചെയ്യട്ടെ. മിക്സ് ചെയ്തിട്ട് കാണിക്കാം. നമ്മൾ ചിക്കൻ അടുപ്പേ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് മൂടി പൊക്കി നമുക്കൊന്ന് നോക്കാം. കറി നല്ല പരുവായിട്ടുണ്ട്, പക്ഷെ മൊത്തം വെന്തിട്ടില്ല. കുറച്ചും കൂടെ നേരം വേവണം, ഒരു 20 മിനിറ്റെങ്കിലും വേണം. ഓക്കെ, നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കി നോക്കാം. ഞാനിതിനിടയ്ക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തായിരുന്നു. ഉപ്പൊക്കെ കറക്റ്റായി. നമുക്കിതിനകത്ത് ഈ സമയത്ത് വേറൊരു സാധനം ചേർക്കാം. കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചേർക്കുന്ന നല്ലൊരു ഫ്ലേവറാണ്. കുറച്ചും കൂടി എരിവും വരും. നമുക്കിനി ഒരു 10 മിനിറ്റും കൂടെ മൂടി വെക്കാം. 10 മിനിറ്റ് കൂടെ മൂടി വെച്ചിട്ട് അപ്പോഴേക്കും കറി റെഡിയാവും. ചിക്കൻ വേകും. ഇപ്പോൾ ചിക്കനൊക്കെ കുറച്ചും കൂടെ ഒരു വേവാനുണ്ട്. 10 മിനിറ്റ് കൂടെ വെക്കുമ്പം കറക്റ്റാവും. എന്നിട്ടിനി നോക്കാം. അപ്പോൾ മൂടി വെച്ചേക്കാം. തീ ഒരു മീഡിയത്തിലിട്ടാൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇപ്പോൾ ചുവട് കരിഞ്ഞു പോകും. മീഡിയത്തിലിട്ട് വെക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ ചിക്കൻ കറി അങ്ങ് വാങ്ങിച്ചിട്ടേ പൊറോട്ടയും മേടിച്ചിട്ട് അല്ലെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. ചോറിനും സൂപ്പറാണ്, നല്ല എരിവുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. ടേസ്റ്റ് നോക്കുന്നുണ്ടോ ജയ്സ? നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. കോഴിക്കാല് തന്നെ എടുത്ത് കഴിക്കാം. ജോജി വരുമ്പം കാലിന് വഴക്കുണ്ടാക്കും. ഒരു കാലും കൂടെ ഉണ്ട്, എന്നാലും കുറച്ച് ഗ്രേവിയും കൂടി എടുത്തിട്ട് കഴിച്ച് നോക്കാം. അങ്ങനെ ചിക്കൻ കറി റെഡിയായി. ജെയ്സൺ പോയിട്ട് പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പൊറോട്ട കൂട്ടി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്താലോ? ചിക്കന് ഭയങ്കര ചൂടാണ്, ചിക്കൻ പൊട്ടിച്ച് കഴിക്കൽ നടക്കുകയില്ല. ഗ്രേവി കൂട്ടി ടേസ്റ്റ് ചെയ്യാം. നല്ല ഗ്രേവിയാണ്.
ചിക്കനും പാകത്തിന് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും വെക്കാനറിയാം. എന്നാലും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ഞാനിതൊന്ന് കഴിച്ച് തീർക്കട്ടെ. താങ്ക് യു.